ബ്രദറെ, ഞാൻ എറണാകുളത്ത് നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. എൻ്റെ പേര് ഡാനിയൽ എന്നാ. ഞാൻ നമ്മുടെ ടിനു ജോർജിന്റെ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. എവിടെ? എറണാകുളത്ത് തന്നെ. എറണാകുളത്ത് ഇയാളുടെ ചർച്ച്? എറണാകുളത്ത് ഇയാളുടെ ചർച്ച് വരുന്നത് നമ്മുടെ തൈക്കുടം മെട്രോന്റെ സൈഡിലാണ്, മെട്രോന്റെ അവിടെയാ. അപ്പൊ അവിടെ ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ് നടത്തുന്നത്. ചർച്ചൊക്കെ ആയിട്ട് ക്രിസ്റ്റി പാസ്റ്ററാണ്. അപ്പൊ ഇടയ്ക്ക് നമ്മുടെ ടിനു പാസ്റ്റർ അവിടെ വരാറുണ്ട്. അവിടെ വന്ന് ഞാനിപ്പോ ടിനു പാസ്റ്റർ വരുന്ന ചില ആഴ്ചകളിലൊക്കെ ഞാൻ പോവാറുണ്ട്. അപ്പൊ ഡെയിലി ഇത് പോകുന്നതല്ല, ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അപ്പൊ ടിനു പാസ്റ്റർ പോകുന്ന ഇതെനിക്കൊരു വലിയൊരു സംശയം എന്റെ മനസ്സിൽ അത്രയ്ക്ക് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞൊരു നല്ലൊരു അന്വേഷണം നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയൊരു കാര്യം. ആഗ്രഹമല്ല, എനിക്കൊരു ഡൗട്ട് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അവിടെ ടിനു പാസ്റ്റർ വരുന്ന ദിവസങ്ങളിൽ അവിടെ ടിനു പാസ്റ്റർ ലാസ്റ്റ് ഇങ്ങനെ പ്രൊഫറ്റിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നാടകം നടക്കാറുണ്ട്. ഞാൻ ആദ്യം സത്യം എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് മനസ്സിലായി അതൊരു ഭയങ്കര നാടകമാണെന്ന്. അവിടെ എത്ര ദൈവവിശ്വാസികൾ ഉണ്ടായിരുന്നാലും ടിനു പാസ്റ്റർ ഒരിക്കലും എന്താ പറയാ, നമ്മുടെ ദൈവം അല്ലെങ്കിൽ ഇങ്ങനെ ദൈവം തരുന്ന അരുളപ്പാട് ഈ ദൈവമക്കളോട് പറയില്ല. ദൈവമക്കളോട് ആരടുത്തും ഇതുവരെ അരുളപ്പാടും അവിടെ പറഞ്ഞിട്ടില്ല. പറയുന്നത് ഫുള്ളും അവിടെ വന്ന് പുതിയ വരുന്ന ആൾക്കാരോട് മാത്രമാണ് പറയുന്നത്. കാര്യം അവർ പുതിയതായിട്ട് പുറത്ത് ഒരു വട്ടം ഇങ്ങനെ പുതിയതായിട്ട് വന്ന ആൾക്കാരോട് പറഞ്ഞു. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പുതിയ വരുന്ന ആത്മാക്കളോട് പറയുന്നതായിരിക്കാം വിചാരിച്ച്. പക്ഷെ രണ്ടാമതും ഇതേ സെയിം അവസ്ഥ, അവിടെ വന്ന പുതിയ ആൾക്കാരോട്. ആർട്ടിസ്റ്റുകൾ അതിങ്ങനെ കൊണ്ടുവന്ന് അവര് ആ വഴി മിന്നായം പോലെ അവര് വരും, അവരോട് പറയും, അവർ ആ വഴി പോവും. നാളെ അവരെ കണ്ടാലല്ലേ ഇയാള് പറഞ്ഞത് സത്യമാണോ നടന്നോന്ന് ചോദിക്കത്തുള്ളൂ. അതെ. കോഴിക്കോട് നിന്നൊരു കുടുംബം അവിടെ വന്നായിരുന്നു, ഒരു ബ്രാഹ്മിൻസ് കുടുംബം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അന്വേഷിച്ചു. ഞാനൊന്ന് ജസ്റ്റ് എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ ഇറങ്ങിയപ്പോ ഞാൻ ജസ്റ്റ് പറയപ്പോ ചോദിച്ചായിരുന്നു. അവരൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാകില്ല. പെട്ടെന്നൊരു കാർ വന്ന് അവരെ കയറ്റിക്കൊണ്ട് അങ്ങ് പോയി. കാരണം എന്തെന്നറിയാമോ, ഈ അവിടെ വരുന്ന മണ്ടന്മാർ ഓർക്കണം, എടാ ഇയാള് വലിയ കക്ഷിയായ, ഇയാളുടെ പേരും പ്രശസ്തിയും കേട്ട് അങ്ങ് കോഴിക്കോട് നിന്ന് ഒരാള് വന്നു എന്ന് ഒരു സംസാരം ആ ഗ്രൂപ്പിനകത്തുണ്ടാകണം. അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ഇവന്മാർ ഇങ്ങനെ ഓരോ സാധനങ്ങളെ ഇറക്കുന്ന, ഇവർ എന്നിട്ട് മാസ്റ്റർ ശമ്പളത്തിൽ നിർത്തിയേക്കുന്ന ആളുകളാണ്. എന്നിട്ട് അടുത്ത സെന്ററിൽ പോകും. ഇങ്ങനെ കറങ്ങി ഇതാണ് അവരുടെ പണി. ഇതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇത്രയും ഉടായ്പ്. കാര്യം ഇയാൾ ആദ്യം എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ദൈവവിശ്വാസമാണ് മറിച്ചെന്ന് പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നത്. അപ്പൊ എറണാകുളത്ത് ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് മാസത്തിൽ ഒരിക്കൽ കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ, ലീവ് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ സൺഡേ കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ അവിടെ പോയി ദൈവത്തെ ആരാധിക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ വർഷിപ്പ് ലീഡറൊക്കെ ആയിട്ട് ചർച്ചൊക്കെ എന്റെ പപ്പ ഒരു ചർച്ചയൊക്കെ നടത്തിക്കൊണ്ടുവന്നത്. അപ്പം പപ്പ മരിച്ചുപോയി. അങ്ങനെ പിന്നെ ഞാൻ അധികം അങ്ങനെ ആ ഒരു ഫീൽഡിൽ നിൽക്കാണ്ട് ഞാനൊരു ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടിയതാണ്. അതേ കൂടി ഞായറാഴ്ചകളിൽ ദൈവത്തെ ആരാധിക്കണമല്ലോ എന്ന് കരുതി ഇങ്ങനെ ആഴ്ച ഇങ്ങനെ പോയി വന്നപ്പോ എനിക്കിങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഈ പൈശാചിക കേന്ദ്രത്തിലൊക്കെ പോയാണോ നമ്മള് ആരാധിക്കേണ്ടത്? സത്യം ദൈവവും ഈ പൈശാചികനും തമ്മിൽ എന്താ ബന്ധം? അതാണ്. ഇപ്പൊ ഞായറാഴ്ച ദിവസം ദൈവം പറഞ്ഞിട്ടില്ലേ, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശബത്ത് നാളെ ദൈവത്തെ ഓർക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞായറാഴ്ചയാണോ ദൈവത്തെ ആരാധിക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം, ആഴ്ചയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം, അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന ആ ഒരു തരത്തില് നമ്മളങ്ങനെ ആ ഒരു ശീലിച്ച് വന്നതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു വീർപ്പ് മുട്ടൽ, ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം പപ്പ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസങ്ങളിലും എല്ലാ ഞായറാഴ്ചകളിലും ശനിയാഴ്ച വൈകുന്നേരം ചെന്ന് പ്രാക്ടീസും പപ്പയുടെ കൂടെ ചെന്നിരുന്ന് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് തുറന്ന് പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് എല്ലാം ഒരു ഞായറാഴ്ച പോകാണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു വീർപ്പ് മുട്ടൽ വരും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി അങ്ങനെ സൺഡേസ് പള്ളിയിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എന്റെ കണ്ണിൽ പെടുന്നത്. 4-5 വട്ടം ഇങ്ങനെ തന്നെ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ ആൾക്കാരെ ഇങ്ങനെ. എന്നിട്ട് അതിൽ ഇവർ പഠിപ്പിച്ചതിൽ ഒരു മിസ്റ്റേക്ക് ഒരു വട്ടം ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി ആളെ ഭാഗത്തുനിന്ന്. അവിടെ വലുതായിട്ട് ഇവരെ ഡ്രാമ ഇങ്ങനെ ഭയങ്കര തകൃതിയായിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പുള്ളി എടുത്തിട്ട് ചോദിച്ച്, തിരുപ്പാസ്റ്റർ എടുത്തിട്ട് ആ പുള്ളി ചോദിച്ച്, നിങ്ങൾ എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് കേട്ട്. അപ്പൊ ഓപ്പോസിറ്റ് നിന്ന അഭിനേതാവ് അയാളെ വായിന്ന് വീണു, ഞാൻ പറഞ്ഞതാണ് നിങ്ങളോടെല്ലാം. ലൈവിലുണ്ടായിരുന്നത്. ലൈവിൽ ഉടനെ അതിനും ഒരു ന്യായീകരണം ടിനു അപ്പം ഇട്ട്. അപ്പോൾ ന്യായീകരണം വെച്ചാൽ ഇത് ട്രോളന്മാർക്കും പരിഹാസികൾക്കും ഈ ഒരു ഒറ്റ ഇത് മാത്രം മതി എടുത്ത് കളിയാക്കാനും പരിഹസിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം അവിടെ എടുത്ത്. അതോടെ എനിക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര ഒരു തട്ടിപ്പാണ്, ഭയങ്കര എന്ന് വെച്ചാൽ വലിയൊരു മാഫിയോ അതിനേക്കാൾ അപ്പുറം വേറെന്തോ ലെവലാണെന്നുള്ളത് മനസ്സിലായി എനിക്ക്. പിന്നെ അതിന് ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല. ഭയങ്കര ഇതിനെങ്ങനെയെങ്കിലും മൊത്തത്തിൽ പൊളിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണുണ്ട്.
ജനങ്ങളുടെ അണ്ടയിൽ എന്ന് വെളി വരുന്നു അന്നേ ഇവനൊക്കെ ഇതാകത്തുള്ളൂ. ഇപ്പോഴും കണ്ട തുള്ളിച്ചാടി പോകുന്നുണ്ടല്ലേ സ്വത്രം പറഞ്ഞ്. പക്ഷെ ഇപ്പോഴും ലൈവിൽ എന്തുമാത്രം ആൾക്കാരാണ് ഇത് വിശ്വസിച്ചെന്നിരിക്കുന്നത്. പല പല ലീഡിങ് ഇതിൽ ആളിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോഴും. എന്ന് വെച്ചാൽ പല പല ലീഡിങ് ആയിട്ട് നടക്കുന്ന ചില കൺവെൻഷൻസിൽ നിന്നും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നും അത് 100% ആൾക്കാർക്കും വ്യക്തമായിട്ടില്ല ഇപ്പോഴും. അത് മൊത്തത്തിലൊന്ന് പുറത്ത് കൊണ്ടുവരണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതാണ് ഞാനും അത്രയും മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ ഡെയിലി കാണുന്നുണ്ട്, വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാം സത്യമാണ്, നിങ്ങൾ പറയുന്ന എല്ലാം സത്യമാണ്. അതിൽ ഒരു കള്ളത്തരം ഒരു കളപോലും ഇല്ല. അതിൽ തീർച്ചയായും സത്യമുള്ള കാര്യമാണ്. എന്റെ പേര് പീറ്റർ എന്നാണ്. നിങ്ങളുടെ ഈ പരിപാടികൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടെന്ന് ഒരാളെങ്കിലും ഇതിനോട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരാൾ ഭൂമിയിലുണ്ട് എന്നെങ്കിലും പറയാൻ പറ്റും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്ത് ഇതേപോലെ ചെന്ന് പെട്ടവനാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഇതിനു മുമ്പ് തന്നെ എനിക്ക് പല സ്ഥലക്കാരും ഞാൻ ഡാമിന് മുൻപ് നമ്മുടെ ചെന്നൈയിൽ ഒരുത്തനുണ്ടല്ല, ഒരുപാട് കാശ് ഞാൻ അവിടെ കണ്ട കളഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെല്ലേണ്ടതാണ് നമ്മുടെ ഡാമിൻ്റെ അവിടെ ഇതുപോലെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര പരിപാടികൾക്കൊക്കെ ഞാൻ പോകുമായിരുന്നു. ഞാൻ പരിപാടിക്ക് പോയിട്ട് എനിക്ക് കാലിന് ഡിസ്കിന് കംപ്ലൈൻറ്റ് വന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഇവർ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഇല്ലേ, ഞാൻ അവിടെ നിന്ന് എൻ്റെ കരഞ്ഞ് കാല് വേദന അത്രക്കും വേദനകളാണ്. എന്നിട്ട് പോലും നമ്മൾ അവിടെ നിന്ന് പല പരിപാടികൾക്കും പ്രാർത്ഥിച്ചിട്ട് പോലും ഈ സംഗതികളൊന്നും വരുന്നില്ല. അപ്പോഴാണ് എനിക്ക് നിങ്ങളെ ഈ ഒരു വീഡിയോ കാണുന്നതും ഈ പറഞ്ഞത് അങ്കു ബ്രദറിന്റെ കാര്യങ്ങളും മറ്റുള്ള ഇപ്പൊ കണ്ട പെരിച്ചായുടെ ചിന്തു ഇവനൊക്കെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതായാലും നിങ്ങളെപ്പോലത്തെ ഒരാൾ ഇതിന് പ്രതികരിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർ അതിന് കൂടുതലും സപ്പോർട്ട് ചെയ്തു തരും. വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട്. കാര്യം ഇതൊക്കെ പുറത്തു വിടാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രതികരിക്കാൻ കൂടെ നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഉണ്ടാവും. ഒരാളുടെ നമ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് തന്തക്കാൻ വിളിച്ചാൽ. അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും പോകുള്ളൂ. കാരണം നമ്മൾക്ക് വിവരം വെച്ച് തുടങ്ങി. കാര്യം ഒരു സ്ഥലത്ത് പോലും നമുക്ക് ദൈവം വിളിക്കുന്നു. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇവന്റെ ഒന്നും പുറകെ പോയാൽ നമ്മുടെ മനസ്സമാധാനം നമ്മുടെ കാശ് അതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വിളിയേക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് ഇപ്പോൾ. ഇത്രേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു സർട്ടൻ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം ആരോഗ്യം തരുന്നു. ഞാനും താങ്കളും നമ്മളെല്ലാവരും ഈ പൂജയിച്ച് എല്ലാവരും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു നിശ്ചിത പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം ശരീരത്തിൽ നമ്മൾ പോയി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സമാധാനം പോകും. ക്യാൻസറുകളുടെ മുഴയോ ഏതെങ്കിലും തരത്തിൽ, അതായത് നമ്മളുടെ ജീവൻ എടുക്കേണ്ടതായ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴേ ഉണ്ട്. അത് ആ സമയമാകുമ്പോൾ നമ്മുടെ ആയുസ് ഇന്ന് തീരുന്നു. ആ സമയത്തേക്കും ഇത് കൂടി, അല്ലെങ്കിൽ ഇത് നമ്മുടെ ജീവൻ എടുക്കാനും ഉണ്ട സാധനം നമ്മുടെ ഇതിലുണ്ട്. ഇത് അതിന്റെ സമയമാകുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് പോയിരിക്കും. അതിൽ ആരൊക്കെ വിചാരിച്ചാലും, ഏത് അപ്പോസ്തലൻ പറഞ്ഞാലും, ഏത് പാച്ചർ വിളിച്ചാലും നമ്മളെ എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇവരുടെയൊക്കെ പുറകെ പോയി കുറെ കാശ് കളഞ്ഞെന്നല്ലാണ്ട് എനിക്കിതിലൊരു ഗുണവും കണ്ടിട്ടില്ല. കാരണം നമ്മുടെ സമ്പത്തിൽ നിന്നാണ് നമ്മൾ ഓരോ പ്രാവശ്യം അവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ഡാമിന്റെ അവിടെയൊക്കെ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ ഇതൊക്കെ വെറും ഒരു തട്ടിപ്പ് മാത്രമാണ്. എൻ്റെ പിന്നീട് എനിക്ക് അവിടെ ഓരോരുത്തർ അയാളെ കാണാൻ പോകണമെങ്കിൽ ചീട്ട് എടുക്കണം, പെർമിഷന് വേറൊരു ദിവസം ചോദിക്കണം. നമ്മുടെ കാശ് കൊണ്ട് ഇവർക്ക് ഇത്രയും വലുതായിട്ട് പോലും ഇവരെ കാണാൻ വേണ്ടി പാസ് എടുക്കണം. അവർ വീട്ടിൽ ചെന്ന് സെക്യൂരിറ്റിക്ക് എഴുതി കൊടുക്കുന്നത്, മേളിൽ ചെന്നത് അതിന്റെ സാങ്ഷൻ കിട്ടണമെന്നാൽ മാത്രമേ നമ്മുടെ അകത്തേക്ക് കയറ്റുകയുള്ളൂ. നമ്മളെ കാശ് കൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും വലിയ കെട്ടിടവും ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് പോലും ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ചില്ലറയല്ല. അതാണ് ഈ നാട്ടിൽ കിടക്കുന്നത്. ഇവനൊക്കെ കാശ് വിഴുങ്ങാൻ വേണ്ടി മാത്രം ഭൂമിയിൽ പടച്ചിട്ടേക്കുന്നതാണ്. പെട്ടുപോയതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇത് വെറും തട്ടിപ്പാണ്. ആ കാശുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ കരുതിയേക്കണത് ഈ പ്രായമുള്ള അപ്പന്മാർക്ക് അമ്മമാർക്ക് ഒരു നേരത്തെ അന്നം മേടിച്ചു കൊടുത്താൽ അതിന്റെ പുണ്യം നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ കവർ അവർ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കവർ തരും. അപ്പൊ ഞാൻ ആ കവറിനകത്ത് പൈസ ഇട്ട് വെച്ചിരിക്കും. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ദൈവം നമ്മൾ ഇവന് കൊടുത്തിട്ട് ഇവന് എന്ത് ചെയ്യാണ്, ഇവനാ വിഴുങ്ങി തിന്നതല്ലേ ഉള്ളൂ. അതല്ലേ ശരി? അതിനേക്കാളും നല്ലത് അതിനകത്ത് കുറച്ചുകൂടെ കാശിട്ടിട്ട് പ്രായമായ അമ്മമാരും നോക്കുന്ന സ്ഥലമുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ മനസ്സുകൊണ്ട് ദൈവത്തെ വിളിക്കും, ദൈവമേ ഇവന് ഇനിയും കൊടുക്കണേ എന്ന് പറഞ്ഞു. അതൊരു പാഠം പഠിച്ചതാണ് നമ്മൾ. അപ്പം നിങ്ങൾ ഇത് നിങ്ങളപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളൊന്ന് വിളിക്കണം, നിങ്ങളൊന്ന് അനുമോദിക്കണം എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അടുത്തും പോകുന്നില്ല. എല്ലാം ഞാനിപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അങ്ങനെ അവള് പോകില്ല, അവൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പോണത്. ഞാൻ കൊച്ചിക്കാരനാണ്. കൊച്ചി. ഇത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ കുടുംബത്തോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിക്കുക. നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവുമാണ്. ഇത് തന്നെ പവിത്രമായിട്ട് വെച്ചാൽ ദൈവം അവിടെ കൂടികൊള്ളും. നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. ഇവന്റെയൊക്കെ പുറകെ പോയാൽ ഇവനൊക്കെ സാത്താനാണ്. ഇവരൊക്കെ നമ്മുടെ മനസ്സമാധാനം തകർക്കും, നമ്മുടെ കുടുംബവും തകർക്കും.
അത്രേ ഉള്ളൂ. അത് പാഠം പഠിച്ചപ്പോഴും ഞാൻ ഇപ്പൊ പാഠം പഠിച്ചതാണ്. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു ഒരു പണി അതിനകത്ത് ഇത്തിരി കൂടെ കാശ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ അടുത്തൊരു പ്രായമായ അപ്പന്മാർ ഒരുപാട് ഇരിപ്പുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഉച്ചക്കത്തെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ അവര് കണ്ണുനീര് ദൈവത്തിന്റെ മുമ്പിൽ ഇടുമ്പോൾ അത് നമുക്ക് അതേ കൂടെ സന്തോഷവും നമുക്ക് അതേ കൂടെ അനുഗ്രഹവും വേറൊന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറാൻ സാധ്യതയുണ്ട് ഇവരെക്കാൾ കൂടുതലായിട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.